കേരളം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും നാടായി മാറിയെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ എം പി. കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപാരത്തിന് ഒത്താശ ചെയ്യുകയാണ് എസ്എഫ്ഐ നേതാക്കളെന്നും അദ്ദേഹം ആരോപിച്ചു. ലഹരിക്കും ആക്രമണത്തിനുമെതിരെ മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഉപവാസം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന് ലഹരി മാഫിയകളോടാണ് പ്രതിബദ്ധത. കർശനമായ നടപടികളാണ് ആവശ്യം. പക്ഷേ ഇത് പറയേണ്ടത് ആരോടാണ്? ചെയ്യേണ്ടവർ അത് ചെയ്യുന്നില്ല. കളമശ്ശേരി ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ അറസ്റ്റ് ചെയ്തവരെ ജാമ്യത്തിൽ വിട്ടത് ശരിയായില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. എസ്എഫ്ഐ നേതാവ് മയക്കുമരുന്നുമായി പിടിയിലായിരിക്കുന്നു. മയക്കുമരുന്ന് വ്യാപനത്തിന് എസ്എഫ്ഐ നേതാക്കൾ ഒത്താശ ചെയ്യുകയാണ്. കർശനമായ നടപടികളാണ് ആവശ്യം. പക്ഷേ അത് ആരോടാണ് പറയേണ്ടത്? കള്ളും കഞ്ചാവും അടിച്ചു നടക്കുന്നവർ വിദ്യാർത്ഥിയാണോ? അവരെ വിദ്യാർത്ഥികളെന്ന് പറയാനാവില്ലെന്നും കഞ്ചാവ് വിൽപ്പനക്കാരോടാണ് സർക്കാരിന് പ്രതിബദ്ധതയെന്നും കർശനമായ നടപടികളാണ് ആവശ്യമെന്നും കെ സുധാകരൻ പറഞ്ഞു. ഒരു പദപ്രയോഗം അവർക്ക് അർഹതയില്ലാത്തവരാണ്. ആരാ ഇത് കള്ളും കുടിച്ചിട്ട് കഞ്ചാവ് അടിച്ച് നടക്കുന്നവർക്ക് എന്ത് വിദ്യാർത്ഥിയാണ്? അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊരു നടപടിയില്ലല്ലോ. ഇപ്പൊ ഈ നടപടിയിലകത്ത് പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടവരെ ആരും അറസ്റ്റ് ചെയ്യുന്നില്ല. ജാമ്യത്തിൽ വിടുന്നത് ശരിയാണോ? ഇത്രയും ഒരു നികൃഷ്ടമായ ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചിട്ട് എന്നിട്ട് അതിന് ജാമ്യം കൊടുക്കുക, കേസെടുക്കുക, പേര് കള്ളാസില്ലാത്തൊരു കേസ് ചാർജ് ചെയ്യുക, എന്നിട്ട് അവരെ എല്ലാം കേസും അങ്ങനെ തന്നെയാണ്. CPMന്റെ ആളുകൾ പ്രതിയായ എല്ലാ കള്ളു കേസുകളും എല്ലാ കഞ്ചാവ് കേസുകളും ജാമ്യത്തിൽ വിട്ട കേസേ ഉള്ളൂ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കേസെടുത്ത പോലീസുകാർക്കാണ് സസ്പെൻഷൻ. അവർക്ക് ട്രാൻസ്ഫറാണ്, അവർക്ക് സസ്പെൻഷനാണ്. അല്ലാതെ കഞ്ചാവ് കൊണ്ടുപോയവന് പിന്നെ സസ്പെൻഷൻ ഇല്ല. അങ്ങനെ ഈ നാട് മാറിപ്പോയിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ കീഴിൽ പോരാട്ടത്തിൽ മാധ്യമങ്ങളുടെ സഹകരണം വേണം. നിങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണം, വാർത്തകൾ പ്രചരിപ്പിക്കണം, ജനമനസ്സിലത് എത്തിക്കണം എന്ന് മാധ്യമങ്ങളോടുകൂടെ ഞാൻ